കുഴപ്പമില്ല, കണ്ടിരിക്കാം. വലിയ മോശപ്പെട്ട പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. തെലുങ്ക് സിനിമ ശരിക്കും ഒരു അതിൻ്റെ ഒരു ഓവറായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ആക്ഷൻ സംഭവങ്ങളൊക്കെ ഇത്തിരി കൂടിപ്പോയെന്നൊരു സംശയം. വളരെ നല്ല മൂവിയായിരുന്നു. NTR ഹൃത്തിക് കോംബോയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ജൂനിയർ NTR പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു. ഓവറോൾ മൂവി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കണ്ടിരിക്കാം. വലിയ മോശപ്പെട്ട പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കൂളിയും ഫസ്റ്റ് ഡേ കണ്ടായിരുന്നു, ഫസ്റ്റ് ഷോ കണ്ടായിരുന്നു. അതിനെ രണ്ടും ഏകദേശം ഒരേപോലത്തെ ആവറേജ് പടങ്ങൾ. എൻജോയബിൾ, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഹൃതിക് റോഷനും ജൂനിയർ NTR അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ സീക്വൻസ് ആയിരുന്നു ഏറ്റവും നല്ലത്. അവരുടെ ഡാൻസ് സീക്വൻസും കോമ്പിനേഷൻ സീക്വൻസും അതായിരുന്നു ഏറ്റവും നല്ലത് പടത്തിൽ. പിന്നെ ഇവരുടെ ക്യാരക്ടേഴ്സ്, ജൂനിയർ NTRയുടെ ഒരു ടെമ്പറിൻ്റെ ആ റോള് പിടിച്ചു വെച്ചേക്കുവാണ്. പിന്നെ ഹൃതിക് റോഷൻ എന്തായിരുന്നു, ടിപ്പിക്കൽ ഹൃതിക് റോഷൻ നല്ല രീതിയിൽ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. എൻജോയബിൾ പടം. ऋतिक रोशन का एक्टिंग कैसा है? अच्छा है, दोनों का एक्टिंग अच्छा है। वो थिएटर एक्सपीरियंस कैसा है? ഓക്കെ अच्छा है। ഫസ്റ്റിൽ ഇത്ര പോരാ, അത്ര കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഒരുപാടൊന്നുമില്ല. NTR അടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, NTR കട്ടൊക്കെ നിൽക്കുന്നത്. NTR ആണ് ഒരു മുൻഗണനയായിട്ട് നിൽക്കുന്നത്. ഒരു തെലുങ്ക് സിനിമ ശരിക്കും ഒരു അതിൻ്റെ ഒരു ഓവറായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഒരു അസഹനീയം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ ബാലകൃഷ്ണയുടെയൊക്കെ സിനിമയൊക്കെ കാണുമ്പോൾ കാണിക്കില്ല അതിൻ്റെ ഒരു അതിപ്രസരം. പിന്നെ ചില സമയമൊക്കെ വീഡിയോ ഗെയിമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുള്ള അമ്മാതിരി ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ബോറിംഗ് ഒന്നുമല്ല. പിന്നെ ഈ ഒരു കുറേ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം കുറച്ച് അതിപ്രസരം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ പറയാം. എനിക്ക് പ്രത്യേകിച്ച് മികച്ചതൊന്നും പറയാനൊന്നുമില്ല. VFXൻ്റെ അതെ VFX ആണെന്ന് നമുക്ക് എടുത്തു പറയും. അമ്മാതിരി പ്രത്യേകിച്ച് നമ്മുടെ NTRനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിച്ച് മരിക്കും. അമ്മാതിരി ഭയങ്കര ഹൈപ്പ് കൊടുത്ത് കാണിച്ച സീന്. ഋതിക് റോഷൻ ഈ പറഞ്ഞല്ലേ, അദ്ദേഹം 51 വയസ്സായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആക്ഷൻസും അദ്ദേഹത്തിൻ്റെ എല്ലാം അടിപൊളിയാണ്, സൂപ്പറായി. പക്ഷേ ഈ NTRനെ ഒന്ന് കുറച്ച് ഹൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സഹിക്കാൻ പറ്റില്ല, അമ്മാതിരി കാണിച്ചിട്ടുണ്ട്. ബോറിംഗ് ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ കുറച്ച് ഓവറായിപ്പോയി. കുറച്ച് ആക്ഷൻ സംഭവങ്ങളൊക്കെ ഇത്തിരി കൂടിപ്പോയെന്നൊരു സംശയം. കാരണം നമ്മൾ പൊതുവെ കാണുന്നതിനൊക്കെ ഇച്ചിരി മാറി. ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസസ് ഒക്കെ അതൊക്കെ ലോജിക് വൈസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ സിനിമകളിലൊക്കെ അതൊക്കെ കാണുന്നുണ്ടാവും. അവർക്ക് കാണിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കാണിച്ചുകൂടാ എന്നുള്ളൊരു ലോജിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഈ ഒരു കഥയുടെ ഒരു നേച്ചർ എന്തായിരിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത് എവിടെയും കൺവിൻസിങ് അല്ല. റോ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ഇതാണോന്ന് നമ്മുടെ ഇന്ത്യയുടെ ഇതാണല്ലോ സുരക്ഷാ ഏജൻസി. അവർക്ക് ഒരാൾക്കറിയുന്നുള്ളവർ മറ്റേക്കറിഞ്ഞില്ല, മറ്റേക്കറിയുന്നുള്ളവർ ഇവർ രണ്ടുപേരും ടീമപ്പ് എന്ന് ഇവർക്കറിഞ്ഞിട്ട് അത് മറ്റേക്ക് അറിഞ്ഞിട്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു കൺവിൻസിങ് അല്ലാത്ത പോലെ തോന്നി. കുഴപ്പമില്ലായിരുന്നു, അവർക്ക് അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് രണ്ടുപേരുടെയും ചെറുപ്പകാലം അഭിനയിച്ച രണ്ട് ആക്ടേഴ്സ് ഉണ്ട്. അവർ വളരെ നല്ല അത് ഇമോഷണലി നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ വർക്കൗട്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഫ്ലേവറുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവർ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പാട്ടുകൾ കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. ഈ ഓവർ ദ ടോപ്പ് നമുക്ക് പിന്നെ ഓക്കെ ഇങ്ങനത്തെ സിനിമകളിൽ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഇത് ആവശ്യമാണെന്ന രീതിയിൽ വെച്ചിട്ട് കണ്ടിരിക്കാം. കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂലിയേക്കാൾ എനിക്ക് ഇതാണ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. വളരെ നല്ല മൂവിയായിരുന്നു. NTR ഹൃത്തിക് കോംബോയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്ന വാർ 2-ൽ. പിന്നെ അവർ ഡാൻസ് ആയാലും സോങ് ആയാലും വളരെ നല്ല രീതിയിലായിരുന്നു അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്പൈ യൂണിവേഴ്സ് മൂവിയേക്കാൾ കുറച്ചും കൂടെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു വാർ 2 ആയിട്ടുള്ളത്. ഇവരുടെ ഹീറോയിനായിട്ടും അവരുടെ കോംബോയും വളരെ നന്നായിരുന്നു. ഋതിക് റോഷനും ജൂനിയർ NTRും ആ ഒരു കോംബോ എങ്ങനെയാണ്? ആ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ഡാൻസ് ആയാലും ആക്ഷൻ ആയാലും രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അത് തന്നെയാണ് തിയേറ്ററിലെ മെയിൻ. NTRനെ സ്പെഷ്യലായിട്ട് മത്സരിച്ച് അഭിനയിച്ചെന്ന് തന്നെ വേണമെങ്കിൽ നല്ല അങ്ങനെയാണ്. രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ പറയാം, ഒരു നല്ലൊരു
ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു. ചേട്ടാ നമ്മളെ ഹൃത്തിക് റോഷൻ ഡാൻസിൽ പറയേണ്ട പിന്നെ രണ്ടുപേരും അതുപോലെ തന്നെ ആയിരുന്നു ജൂനിയർ എൻടിആറിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ബോളിവുഡിലെ ഒരു ഡാൻസിന്റെ ഒരു കിങ് ആണ് ഹൃത്തിക്കും, അതുപോലെ സൗത്ത് ഇന്ത്യയിലുള്ളതാണ് NTR. രണ്ടുപേരും കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസിലായിരുന്നു അവരുടെ പെർഫോമൻസ് എല്ലാം. പിന്നെ ആക്ഷൻ രംഗങ്ങളിലും അതുപോലെ തന്നെ രണ്ടുപേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു രണ്ട് സിനിമയിലുണ്ടായിരുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അടിപൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു. ഹൃത്തിക് റോഷനും ജൂനിയർ എൻടിആറും എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടായിരുന്നു. ജൂനിയർ NTR പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് കാണുന്നതാവും നല്ലത്, കണ്ടിട്ടില്ലാത്തവർ. കാരണം കുറച്ച് റെഫറൻസ് ഫസ്റ്റിൽ നിന്നുണ്ട്. ഇല്ലാതെ കണ്ടാലും കഥ മനസ്സിലാവും, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ഫസ്റ്റ് കണ്ടിട്ട് കാണുന്നതാവും നല്ലത്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, ക്യാമിയോ ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ സ്പോയിലർ ആയിപ്പോവും. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും വന്നിട്ടില്ല, എൻ്റെ ഒപ്പീനിയനാണ്. ബട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമൊക്കെ ഉണ്ട്. ഈ ഓവറായിട്ട് ലോജിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ഫസ്റ്റ് തന്നെയാണ്, കുഴപ്പമില്ല. ചേട്ടാ ഹൃത്തിക് റോഷനും ജൂനിയർ എൻടിആറും എങ്ങനെയുണ്ട് ചിത്രത്തിൽ? ആസ് യൂഷ്വൽ ഹൃത്തിക് റോഷൻ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജൂനിയർ NTR പറ്റും പോലെ പിടിച്ച് നിൽക്കുന്നുണ്ട്, മോശമൊന്നുമല്ല, അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഡാൻസിലാണെങ്കിലും പുള്ളി നന്നായിട്ട് ഹൃത്തിക്കിനോട് പിടിച്ച് നിൽക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഹൃത്തിക് തന്നെയാണ്. ഹൃത്തിക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലോജിക് ഇഷ്യൂസ് ഉണ്ട്. ഫസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ഫൈറ്റിൽ സീക്വൻസ് ആക്ഷനൊക്കെ വരുമ്പോൾ ലോജിക്കിൻ്റെ പ്രശ്നങ്ങൾ അവിടെ കാണാനുണ്ട്. പിന്നെ ഫസ്റ്റിൻ്റെ അത്രയും പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് അറിയില്ല. ഫസ്റ്റിൻ്റെ അത്ര ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയില്ല. ബട്ട് മോശമൊന്നുമല്ല, തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളൊരു സ്റ്റഫുണ്ട്. പിന്നെ ഓവർ ലോജിക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കാണുക. പിന്നെ ഫസ്റ്റ് കണ്ടിട്ട് തന്നെ കാണുന്നതാവും ബെറ്റർ. ഓവറോൾ നോക്കുകയാണെങ്കിൽ മോശമല്ലാത്തൊരു പടമായിട്ട് ഫീൽ ചെയ്യും.